നമസ്കാരം. വിൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മുഴുവൻ അധ്യാപകരുടെയും നിയമനങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KPST ആലപ്പുഴ റവന്യൂ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൺഅപ്രൂവ്ഡ് ടീച്ചേഴ്സ് കൺവെൻഷനുകൾ വിദ്യാഭ്യാസ ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്നു. ഭിന്നശേഷി വിഷയത്തിൽ NSS മാനേജ്മെന്റിന് അനുകൂലമായി സുപ്രീംകോടതി നൽകിയ വിധി എല്ലാ അധ്യാപകർക്കും ബാധകമാണെന്നിരിക്കെ അതൊരു വിഭാഗത്തിന് മാത്രമായി പരിമിതപ്പെടുത്തിക്കൊണ്ട് 16,000-ഓളം അധ്യാപക തസ്തികകൾ ഒഴിച്ചിടാൻ ഗവൺമെന്റിനെ അനുവദിക്കില്ല എന്നും ശക്തമായ സമരപരിപാടികളിലൂടെയും നിയമ നടപടികളിലൂടെയും ചെറുത്തു തോൽപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. KPSTയെ സംസ്ഥാന തലത്തിൽ 14 ജില്ലകളിലും കൺവെൻഷനുകൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് ആലപ്പുഴയിൽ 4 വിദ്യാഭ്യാസ ജില്ലകളിലും കൺവെൻഷനുകൾ നടന്നത്. ഏപ്രിൽ മാസത്തിൽ രാപ്പകൽ സമരമടക്കമുള്ള തുടർ സമര പരിപാടികൾ ഏറ്റെടുക്കാൻ കൺവെൻഷനിൽ തീരുമാനിച്ചു. ജില്ലാതലത്തിൽ നിയമന അംഗീകാരം കിട്ടാത്ത 300-ഓളം അധ്യാപകർ കൺവെൻഷനിലും ഒപ്പുശേഖരണത്തിലും പങ്കാളികളായി. മാവേലിക്കരയിൽ KPST സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ബിജു ഉദ്ഘാടനം ചെയ്തു. ചേർത്തലയിൽ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് എസ്. ശരത് ഉദ്ഘാടനം ചെയ്തു. സംഘടനയ്ക്കും ഒരു അധ്യാപകർക്കും ഇത്രയും മോശമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ജോൺ പ്രൊഫസറാണ് ചോദിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന 2018 മുതലുള്ള അധ്യാപകർ ഇവിടെ നിൽക്കുകയാണ്. കഴിഞ്ഞ നമ്മുടെ ജില്ലാ സമ്മേളനത്തിലാണ് നമ്മൾ അലീന ടീച്ചറുടെ ഒരു വലിയ വേർപാടിനെ കുറിച്ച് സംസാരിച്ചത്. താമരശ്ശേരിയിൽ രൂപതയുടെ കീഴിലുള്ള ഒരു സ്കൂളിലെ 6 വർഷമായി അധ്യാപികയായിരുന്ന അലീന ടീച്ചർ നമ്മുടെ ആ സങ്കടം കൂടുതൽ ഇരട്ടിയാക്കിക്കൊണ്ട് ഇന്ന് പത്രത്തിൽ ആ ഫോട്ടോ വന്നിട്ടുണ്ട്. അവരുടെ നിയമനാംഗീകാരം ഇന്നലെ ലഭിച്ചിരിക്കുകയാണ്. എന്തൊരു മര്യാദകേടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നഷ്ടമാ കുടുംബത്തിനാണ്, അവരുടെ കൊച്ചുമക്കൾക്കാണ്. ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് ആരെ കാണിക്കാനാണ് ഈ പ്രശ്നം? അത് ഒഴിവാക്കാമായിരുന്നുള്ള എൻ്റെ വിശ്വാസം. ഇനി ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്ത് ആ കുടുംബത്തെ വീണ്ടും വേദനിപ്പിക്കേണ്ടില്ലായിരുന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇവിടെ സംഘടനയെ കൊണ്ട് ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി പിന്നോട്ട് പോവുക. ഇപ്പൊ ജനൽ സാറിന്റെ കാര്യം പറയാം. നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാൻ സാധിക്കില്ല, KPSTയുടെ സംഘടനാ നേതാവാണ് ജനൽ സാറ്. അദ്ദേഹം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് LP സ്കൂളിലെ ഹെഡ്മാസ്റ്ററായി. ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമരം നടത്തിയപ്പോൾ സമാന ചിന്താഗതിയുള്ള അധ്യാപകരെല്ലാവരും ആ സ്കൂളിൽ അന്ന് അധ്യയനം ഉപേക്ഷിച്ച് സമരരംഗത്തേക്ക് പോയി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഞാൻ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പറയുന്നു, ഒറ്റ ദിവസത്തെ ശക്തമായ സമരത്തിനൊടുവിൽ KPSTക്ക് അധ്യാപകനെ തിരിച്ചെടുപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ സംഘടനാ ശക്തിയുള്ള ഒരു സംഘടനയാണ് KPST എന്നവർ തെളിയിച്ചിരിക്കുന്നത്. KPST സംസ്ഥാന സെക്രട്ടറി ജോൺ ബോസ്കോ മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടനാട്ടിൽ KPCC ജനറൽ സെക്രട്ടറി K. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. KPST സംസ്ഥാന കമ്മിറ്റി അംഗം പ്രകാശ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ആലപ്പുഴയിൽ KPCC സെക്രട്ടറി MJ ജോബ് ഉദ്ഘാടനം ചെയ്തു. KPST സംസ്ഥാന സെക്രട്ടറി R. തനുജ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ K. രഘുകുമാർ, ബിനി മാത്യു, ബിനോയ് വർഗീസ്, സോണി പവേലിൻ, V. ശ്രീഹരി, S. അമ്പളി, റവന്യൂ ജില്ലാ പ്രസിഡന്റ് KD അജിമോൻ, റവന്യൂ ജില്ലാ സെക്രട്ടറി ER ഉദയകുമാർ, ട്രഷറർ രാജീവ് കണ്ടലൂർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VR ജോഷി, ജോൺ ബ്രിട്ടോ, B. രാധാകൃഷ്ണൻ എന്നിവർ വിവിധ വേദികളിൽ സംസാരിച്ചു.